ഡയബറ്റിക് പേഷ്യൻസിന് ആൻജിയോഗ്രാം ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ആൻജിയോഗ്രാം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ഇത് റിക്കവറി. അപ്പം എല്ലാ ഡയബറ്റിക് പേഷ്യൻസും അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെ, അത് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം വെച്ചാൽ പറയാറുണ്ട്, ഒരിക്കൽ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നതിന് തുല്യമാണ്. അപ്പോൾ ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നത് സാധാരണമാണ്. അപ്പോൾ പിന്നെ ഡയബറ്റീസ് ആർക്കും എന്തുകൊണ്ട് ഒരു ആൻജിയോഗ്രാഫി അങ്ങ് ചെയ്തുകൂടാ എന്നുള്ളൊരു ചോദ്യം സാധാരണ. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ആൻജിയോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ട്രെഡ്മിൽ ടെസ്റ്റ് എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചെറിയ രീതിയിൽ രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ, നടക്കുമ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ തന്നെ ആയിക്കോട്ടെ, ശ്വാസം മുട്ടോ അല്ലെങ്കിൽ നെഞ്ചിലൊരു കഴപ്പോ ഒക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അത് പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ മാത്രം ആൻജിയോഗ്രാഫി ചെയ്താൽ മതി. പിന്നെ ഇതൊന്നും തോന്നിയില്ലെങ്കിൽ തന്നെയും പിന്നെ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് മൂത്രത്തിൽ കൂടെ പോകുന്ന ഈ മൈക്രോസ്കോപ്പിക് അളവിലുള്ള ഈ ആൽബുമിൻ്റെ അളവ് അത് കൂടിയിരിക്കുന്നവർക്ക്, ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ഈ മൈക്രോ ആൽബുമിനൂറിയ ഉള്ളവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ മൈക്രോ ആൽബുമിനൂറിയ ഉണ്ടെന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ട്രെഡ്മിൽ ടെസ്റ്റിന് വിധേയരാകണം. എന്നിട്ട് ആ ട്രെഡ്മിൽ ടെസ്റ്റിൽ രക്തക്കുഴലിൽ തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ ചിലപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആൻജിയോഗ്രാഫിയുടെ ആവശ്യം ചിലപ്പോൾ തീർച്ചയായിട്ടും ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ട്രെഡ്മിൽ ടെസ്റ്റിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ചില രോഗികൾക്ക്, പ്രത്യേകിച്ചും ഡയബറ്റീസും പ്രഷറും ഒക്കെ ഉള്ള രോഗികൾക്ക് രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അപ്പോൾ അവർക്ക് നേരത്തെ ഈ നെഞ്ചുവേദന, ആൻജിനയൊന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ അത് നേരത്തെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രിവെൻറ്റീവായിട്ടുള്ള മെഷേഴ്സ് എടുക്കണം. അപ്പോൾ എല്ലാ ഡയബറ്റീസ് രോഗികളെയും പിടിച്ച് ആൻജിയോഗ്രാഫി ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് സാധ്യമല്ല. അതിൻ്റെ ചിലവൊക്കെ വളരെ കൂടുതലാണ്, അതിൻ്റെ ആവശ്യമില്ല. അതുപോലെ എല്ലാവരെയും പിടിച്ച് ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതും ശരിയല്ല. എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ ഈ മൈക്രോ ആൽബുമിനൂറിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൂടുതൽ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ്, ഡയബറ്റീസിനോടൊപ്പം കൊളസ്ട്രോളൊക്കെ കൂടിയിരിക്കുകയാണ്, വീട്ടിൽ ഹാർട്ട് അറ്റാക്ക് പലർക്കും വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരും തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും ട്രെഡ്മിൽ ടെസ്റ്റിന് വിധേയരാകണം. അങ്ങനെ ട്രെഡ്മിൽ ടെസ്റ്റിൽ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആൻജിയോഗ്രാഫി ചെയ്യണം. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ചോദിച്ചോളൂ സാർ ഡോക്ടറിനോട്. ഹലോ ഡോക്ടർ. ഹലോ, നമസ്കാരം. ഡോക്ടർ. അതെ, കേൾക്കുന്നു, ചോദിക്കുക. ബ്ലഡ് ഷുഗർ ഫാസ്റ്റിംഗ് 126, പിന്നെ ഭക്ഷണത്തിന് ശേഷം 165, കൊളസ്ട്രോൾ 194. അപ്പൊ ഇതിന് മരുന്ന് കഴിക്കണം? തീർച്ചയായിട്ടും കഴിക്കണം. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ആഹാരത്തിലെ ക്രമീകരണങ്ങൾ കൊണ്ടും വ്യായാമം കൊണ്ടും ഒക്കെ ഇത് നിയന്ത്രിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്ന് കഴിക്കണം. അതായത് നിങ്ങളുടെ ഈ ഷുഗർ രാവിലത്തെ ഈ വെറും വയറ്റിൽ എടുത്തിട്ടുള്ള ആ പഞ്ചസാരയുടെ അളവ് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പിന്നെ കുറച്ച് കൂടുതലാണ്. രണ്ടാമത്തേത് വാസ്തവം പറഞ്ഞാൽ 120 അതും കുറച്ച് കൂടുതലാണ്. 140 മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇപ്പോൾ ഡയബറ്റീസ് നേരത്തെ ഉള്ള ആളാണോ? അല്ലല്ല. അപ്പം നിങ്ങളെ ശരി. അപ്പോൾ ഈ ചോദ്യം വളരെ എന്ത് പറയാനാ പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഇല്ല, പക്ഷേ അതേസമയം നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റസ്, അതായത് ഡയബറ്റീസ് വരുന്നതിന് മുമ്പുള്ള ഒരു നിലയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ഉള്ളവർക്കും ഹൃദയാഘാതമൊക്കെ വരാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇരട്ടിയാണ്. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ പിന്നെ ഹൃദയാഘാതം വരാനുള്ള സാധ്യത ഡയബറ്റീസ് ഇല്ലാത്തവരെ അപേക്ഷിച്ച് 3 ഇരട്ടിയും. ഇതുപോലെ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ഉള്ളവർക്ക് ഇത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യത 2 ഇരട്ടിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊളസ്ട്രോൾ തീർച്ചയായിട്ടും 150 മില്ലിഗ്രാമിന് താഴെയാക്കണം. രാവിലെ വെറും വയറ്റിലുള്ള ഈ കൊഴുപ്പിൻ്റെ ബാക്കി ഘടകങ്ങളെല്ലാം നോക്കിയിട്ട് ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് 80 മില്ലിഗ്രാമിന് താഴെയാക്കണം. പിന്നെ ആഹാരത്തിലെ ക്രമീകരണങ്ങളും വ്യായാമവും മാത്രം പോരാ, ഈ ഷുഗർ അതൊക്കെ കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലും ഈ പിന്നെ അക്കാർബോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലുള്ള ഒരു മരുന്നുണ്ട്. അത് കഴിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത, പഞ്ചസാര കൺട്രോൾ ചെയ്യുന്നതിനോടൊപ്പം, അത് പഞ്ചസാര കുറയ്ക്കുന്നതിനോടൊപ്പം ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാനുള്ള സാധ്യതയും വളരെയധികം കുറയ്ക്കുമെന്നാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, എന്താ
മരുന്നിൻ്റെ പേര് അക്വാർബോസ്. അത് അതിൻ്റെ സയൻറ്റിഫിക് പേരാണ്, ശാസ്ത്രീയമായ പേരാണ്. വെളിയിൽ കിട്ടുന്ന ഇത് ഗ്ലൂക്കോബേ എന്നൊക്കെ പറഞ്ഞ് കിട്ടും. പല പല കമ്പനികളും ഉണ്ട്. സാധാരണ കേൾക്കുന്ന ഒന്ന് ഗ്ലൂക്കോബേ എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് ആ മരുന്ന് കഴിക്കുന്നത് നിങ്ങളുടെ വ്യായാമത്തിലുള്ള ശരിക്കുള്ള വ്യായാമവും ആഹാരത്തിലുള്ള നിയന്ത്രണവും അതിനോടൊപ്പം അതൊക്കെ നല്ലത് ചെയ്തോളൂ. അതിനോടൊപ്പം ഇത് കഴിക്കുന്ന കാര്യം നിങ്ങളുടെ ഡോക്ടറുമായിട്ടൊന്ന് ചർച്ച ചെയ്യുക. ഓക്കെ? എന്താ യോഗ ചെയ്താലും നടക്കണം. കാരണം യോഗ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു വ്യായാമം ആകുന്നില്ല. പല യോഗ ഇതിലും നമ്മൾ വെറുതെ കിടക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. 1 മണിക്കൂർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ചെറിയ രീതിയിലെങ്കിലും ശ്വാസം മുട്ടൽ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ പറയുക കിതപ്പ് അനുഭവപ്പെടാറുണ്ടോ? ഇല്ല. അപ്പോൾ അത് വ്യായാമം ആവുന്നില്ല. യോഗ നല്ലതാണ്. തീർച്ചയായിട്ടും യോഗ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കും. യോഗ ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കും. പല രീതിയിലും അത് നല്ലതാണ്. കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ സഹായിക്കും. പക്ഷേ അത് മാത്രം പോരാ. അത് കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു വ്യായാമം, നടക്കുക, നീന്തുക, അല്ലെങ്കിൽ വല്ല ബാഡ്മിൻ്റനോ അങ്ങനെയുള്ള ടെന്നീസോ ഒക്കെ കളിക്കുക, ഇങ്ങനെയുള്ള ഏതെങ്കിലും വ്യായാമം ചെയ്തിട്ട് നമുക്കൊരു ചെറിയ കിതപ്പ് അനുഭവപ്പെടണം. എങ്കിൽ മാത്രമേ അത് ശരിയായ വ്യായാമം ആവുകയുള്ളൂ. ഓക്കെ? അത് ഞാൻ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും വേണം. അതെ. പഞ്ചസാര തീർച്ചയായിട്ടും വേണ്ടാന്ന് വയ്ക്കണം. മധുരപലഹാരങ്ങൾ വേണ്ടാന്ന് വയ്ക്കണം. വെളിച്ചെണ്ണ വേണ്ടാന്ന് വയ്ക്കണം. പാല് വേണ്ടാന്ന് വയ്ക്കണം. ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങൾ വേണ്ടാന്ന് വയ്ക്കണം. എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പട്ടിണി കിടക്കേണ്ട ഒരാവശ്യമില്ല. പച്ചക്കറികൾ ധാരാളം കഴിക്കുക, പയറുവർഗ്ഗങ്ങൾ ധാരാളം കഴിക്കുക, ദിവസവും മത്സ്യം കഴിക്കുക, അണ്ടിപ്പരിപ്പുകൾ കഴിക്കുക, പിന്നെ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെയൊക്കെ അളവ് കുറയ്ക്കുക. മനസ്സിലായോ? വളരെ നല്ല കാര്യമാണ്. എല്ലാ പച്ചക്കറികളും കഴിക്കുക. പ്രത്യേകിച്ചും ബീൻസ് അങ്ങനെയുള്ള പയറുവർഗ്ഗങ്ങൾ വളരെ നല്ലത് തന്നെയാണ്. അതൊക്കെ തെറ്റായ ധാരണകളാണ്. നല്ല ആഹാരം കഴിക്കുക. അതോടൊപ്പം മരുന്നിന്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കഴിക്കണം. ശരി. ഞാൻ പറഞ്ഞില്ലല്ലോ, മീൻ എന്നും കഴിക്കും, മത്സ്യം എന്നും കഴിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വളരെ നല്ലതാണ്. മത്സ്യം എന്നും കഴിക്കുന്നത് നല്ലത് തന്നെ. തിമിങ്ങലൊന്നും കഴിക്കാൻ പോകണ്ട. പക്ഷെ ചെറിയ ആഴക്കടലിലുള്ള നമ്മൾ സാധാരണ കഴിക്കുന്ന അയല, മത്തി, അങ്ങനെയുള്ള ഈ നെയ്മീന്, ചൂര, ഇതൊക്കെ നല്ല മത്സ്യങ്ങളാണ്. ഓക്കെ? കോഴി കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് പൊരിച്ച് കഴിക്കില്ല. വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും ചേർത്ത് കഴിക്കരുത്. കഴിയുന്നതും കോഴിയുടെ ഈ തൊലി കഴിക്കരുത്. ഇത്രയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോഴി ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഫ്രൂട്ട്സ് എന്നും കഴിക്കുക. 3 നേരവും കഴിക്കുക. അതെ. ഫ്രൂട്ട്സിൽ ഷുഗറുണ്ട്. പക്ഷെ നമ്മുടെ ചോറിലും ഷുഗറുണ്ട്. ചോറ് കഴിക്കാറില്ലേ ഡയബറ്റീസുകാർ? ഡയബറ്റീസ് ഉണ്ടെന്ന് വിചാരിച്ചാരും ചോറ് കഴിക്കാറുണ്ടോ? പക്ഷെ ഫ്രൂട്ട്സിലും ഷുഗറുണ്ട്, ചോറിലും ഷുഗറുണ്ട്. ഫ്രൂട്ട്സിലുള്ള പല നല്ല കാര്യങ്ങളും ചോറിലില്ല. അപ്പോൾ ചോറ് കുറച്ച് കഴിക്കുന്ന പോലെ ഫ്രൂട്ട്സും കുറച്ച് കഴിക്കുക. എന്നിട്ട് നമ്മുടെ അരിയും ഗോതമ്പും കൊണ്ടുള്ള മറ്റ് ആഹാര പദാർത്ഥങ്ങൾ കുറയ്ക്കുക. ഓക്കെ? താങ്ക് യു.